എപ്പിസോഡ് തുടങ്ങുമ്പോൾ പണ്ട് റിയു ഒരുപാട് പാർട്ട് ടൈം ജോബുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടലിൽ പാത്രം കഴുകുക തുടങ്ങിയവയൊക്കെ. പക്ഷെ അവൾ ഒറ്റയ്ക്കല്ല, കൂടെ പാവ സെങ്ങോയും കൊണ്ടുവരും. ഒന്നും ചെയ്യാതെ പോവാനാണെങ്കിൽ അവൾ അവനെ സമ്മതിക്കുകയില്ല. ഇവളിങ്ങനെ പാർട്ട് ടൈം ജോബെല്ലാം ചെയ്ത പൈസയെല്ലാം കൂട്ടിവെച്ച് അവളുടെ അമ്മ മീസൂക്കിന് ഒരു റിയൽ ഗോൾഡിന്റെ പിന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നത് കിട്ടിയപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷവും തന്റെ മോളെ ഓർത്ത് ഒരുപാട് പ്രൗഡും ആയിരുന്നു. എന്നാൽ ഇപ്പോൾ സിറ്റുവേഷൻ എൻ്റെ ഡിഫറെന്റ് ആണ്. ഇന്നലെ അമ്മയുടെ അടുത്ത് നിന്നും കണക്കിന് കിട്ടിയാണ് അവൾ കിടന്നുറങ്ങിയത്. ഇവളിവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവളുടെ റൂം സ്റ്റോർ റൂം ആക്കി വെച്ചിരിക്കുവാണ്. രാവിലെ റിയു വന്ന് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ അവളെ മീസൂക്ക് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഭക്ഷണം കഴിക്കാൻ പാത്രം ഒന്നും എടുത്തു കൊടുക്കുന്നില്ല. അങ്ങനെ ഇവൾ ഒറ്റയ്ക്ക് പാത്രമൊക്കെ എടുത്ത് വിളമ്പി കഴിക്കുന്നത് കണ്ട് ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുക, ഇന്നലെ പറഞ്ഞതൊക്കെ ശരിക്കും ബോധത്തിൽ പറഞ്ഞത് തന്നെയാണോ എന്ന് ചോദിക്കും. അതായത് ഇന്നലെ ഇവളോട് സത്യം പറ, എത്ര തന്നെ നീ പറഞ്ഞാലും നീ ചീറ്റ് ചെയ്തതായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ അങ്ങനെ പെട്ടെന്നൊന്നും ലൈൻ ക്രോസ് ചെയ്യില്ലെന്ന് എനിക്കറിയാവുന്ന മീസൂക്ക് പറയുമ്പോൾ എനിക്ക് ഒരേ കമ്പനിയിൽ കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്ത് ബോറടിച്ചു. ചിലപ്പോൾ മാരേജ് ചെയ്ത് കുറെ കൊല്ലം കഴിയുമ്പോൾ അതും എനിക്ക് ബോറായിട്ട് തോന്നിയാലോ? അതുകൊണ്ടാണ് ഞാൻ രണ്ടും വേണ്ടെന്ന് വെച്ച്. ശരി, ഇനിയിപ്പോൾ നിന്റെ പ്ലാൻ എന്താ? എന്തെങ്കിലും ഒരു പ്ലാൻ ഇല്ലാതെ നീ ഇതൊന്നും ചെയ്യില്ലല്ലോ. എന്റെ ആദ്യത്തെ പ്ലാൻ പോയി കിടന്ന് ഉറങ്ങണം. എനിക്ക് വേണ്ടത്ര ഉറങ്ങണം, ഒരുപാട് ഫുഡ് കഴിക്കണം, അതുപോലെ കുറെ കാലം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണം, സന്തോഷത്തോടെ ജോലിക്കൊന്നും പോവാതെ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നീ ശരിക്കും ബോധത്തിൽ തന്നെയാണോ പറഞ്ഞതെന്ന് ഇവളോട് ചോദിക്കുന്നത്. അതെ, അതെല്ലാം ഞാൻ മനസ്സിൽ തട്ടി തന്നെയാ പറഞ്ഞെന്ന് ഇവള് പറയുന്നത് കേട്ട് എന്ന് ഇനി നിനക്ക് ഇവിടെ നിന്ന് ഫുഡില്ല എന്നും പറഞ്ഞ് ഇവളുടെ കയ്യിൽ നിന്ന് പാത്രവും വാങ്ങിക്കൊണ്ടുപോകും. അങ്ങോട്ടേക്ക് ഇപ്പൊ മോയമും സെങ്ങും കൂടെ വരുന്നുണ്ട്. മോയമ് വന്ന പാടെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ചോദിച്ച് റിയുവിനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. എന്താ ഞാൻ അവളെ കൊന്നെന്നെങ്ങാനും നീ ഓർത്തോ എന്ന് മീസൂക്ക് തിരക്കുമ്പോൾ, അല്ല, ഒരു ദിവസം വീട്ടിൽ നിന്ന് ഓടിപ്പോയതിന് ആന്റി ഓൾമോസ്റ്റ് ഇവളുടെ കാല് തല്ലി ഒടിച്ചതല്ലേ. സെങ്ങോ ആണെങ്കിൽ ഇപ്പൊ മീസൂക്കിന് അവളുടെ ഫേവറേറ്റ് ഡിഷൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. മീസൂക്ക് ആണെങ്കിൽ മോയമിനെയും സെങ്ങോയൊക്കെ വിളിച്ചിരുത്തി അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് സ്വന്തം മോളെ പട്ടിണിക്കിട്ട് അതിഥികളെ ഊട്ടുന്ന ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞ് റിയു ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. ദോങ്ജിനോട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയുമ്പോൾ ഇതെല്ലാം ഫാറ്റ് ആണെന്നാണ് അവൻ പറയുന്നത്. ഇതൊന്നും കഴിക്കാതിരുന്നിട്ടും നീ നിന്റെ സർട്ടിഫിക്കേഷൻ എക്സാമിന് മൊത്തം തോറ്റുകൊണ്ടിരിക്കുവാണല്ലോ എന്ന് റിയു ചോദിക്കുമ്പോൾ അത് ദോങ്ജിന് തീരെ പിടിക്കില്ല. അവൻ ഇവളെ വേലയും കൂലിയില്ലാത്തവളെന്ന് വിളിക്കും. മതിയല്ലോ, രണ്ടുകൂടെ ഇപ്പൊ പൊരിഞ്ഞാടി. ഇത് കാണുന്ന മീസൂക്കാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു റൂമിലേക്ക് അങ്ങ് കയറിപ്പോവും. എന്തോ കുഴപ്പമുണ്ടെന്ന് റിയുവിന് മനസ്സിലായി. ഇവിടെ സെങ്ങു ആണെങ്കിൽ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. 1, 2 അങ്ങനെ 5 എണ്ണി കഴിയുമ്പോഴേക്കും ആ റൂമിൽ നിന്ന് ഡ്രമ്മിന്റെ സൗണ്ട് കേൾക്കാണ്. പണ്ട് മ്യൂസീഷ്യൻ ആവണമെന്നും പറഞ്ഞ് ദോങ്ജിൻ വാങ്ങി വെച്ച ഡ്രമ്മാണത്. പക്ഷെ ഇപ്പോ ദേഷ്യം വരുമ്പോൾ മീസൂക്കിനിട്ട് കൊട്ടാനുള്ള ഒരു ഉപകരണമായിട്ടുണ്ട് അത്. ഇവിടെ മോയമാണെങ്കിൽ റിയുവിന്റെ പിന്നാലെ നടന്ന് എന്താ ശരിക്കും സംഭവിച്ചേ? ജോലി ഉപേക്ഷിക്കുക, കല്യാണം വേണ്ടെന്ന് വെക്കുക, അതൊന്നും നിന്നെപ്പോലെ ഒരാൾ ചെയ്യേണ്ടതല്ല. നീ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള, പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള, ജീവിതത്തിൽ ഒരു ഉത്തമ ലക്ഷ്യമൊക്കെ ഉള്ള ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കയ്യിൽ നിന്നും കാര്യം മനസ്സിലാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് ജോലിക്ക് പോകാൻ ലേറ്റ് ആയ കാര്യം സെങ്ങു മോയത്തിന് അറിയിക്കും. ഇത് കേട്ടതും അവൾ അവിടെ നിന്ന് ഓടാണ്. നീ ഇങ്ങനെ മടി പിടിച്ചിരുന്ന നിനക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം കിട്ടില്ല എന്നൊക്കെ സെങ്ങു പറയുമ്പോൾ, കുഴപ്പമില്ല, ഇതാണ് എന്റെ സ്വർഗം, ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് അറിയുള്ളൂ. ഇപ്പൊ റിയു ആണെങ്കിൽ പെട്ടെന്ന് ഇവൻ ഇവളുടെ അടുത്തേക്ക് വിളിക്കും. എടാ, നീ ഒന്ന് പെട്ടെന്ന് വന്ന് ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞു. എന്നാൽ കാര്യം അറിയാൻ വേണ്ടി അടുത്തേക്ക് പോകുന്ന സെങ്ങുയുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് ഇന്നലെ ഇവൻ അമ്മയുടെ അടുത്ത് ഇവളെ ഒറ്റയ്ക്കാക്കി പോയതിന്റെ ദേഷ്യം തീർക്കുവാണ്. എന്നാൽ അത് കണ്ടുവന്ന മീസൂക്ക് അവൻ അതിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ഇവൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീസൂക്ക് കുറച്ച് റൈസ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവന്റെ കൂടെ പോയി റിയുവിനോട് കൊണ്ടുചെന്ന് കൊടുക്കാൻ പറയുവാണ് മീസൂക്ക്. ഇവിടെ സെങ്ങോയുടെ പുതിയ ഓഫീസിലേക്ക് അവരുടെ ബോസ് യോൺ നായൻ എന്ന് പറയുന്ന ഒരു വർക്കറേയും കൂട്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുവാണ്. ഈ സമയമായിരിക്കും അങ്ങോട്ടേക്ക് റിയു സെങ്ങോയും കൂടെ വരുന്നത്. റിയുവിന്റെ പേര് കേൾക്കുമ്പോഴേ ഇവൻ പറയാറുള്ള ഇവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഇവളെന്ന കാര്യം ഇവർക്ക് മനസ്സിലാകും. നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഇവിടെ വലിയ ഗ്രാൻഡ് ഓപ്പണിംഗ് നടത്തുന്നുണ്ട്, എന്തായാലും വരണമെന്നും പറഞ്ഞ് യൂൺ ആ ഒരു പരിപാടിക്ക് റിയുവിനെ ഇൻവൈറ്റ് ചെയ്യും. വരാന്ന് അവളും പറയും. ഈ നായൻ സെങ്ങോയുടെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസ് പാഴാക്കാതെ ഇവള് റിയുവിനോട്, നിങ്ങൾക്ക് ഒരുപാട് കാലം അറിയാവുന്നതുകൊണ്ട് സെങ്ങോയുടെ എല്ലാ വിവരങ്ങളും അറിയായിരിക്കുമല്ലോ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് പറയുമ്പോൾ അത് കുറച്ച് വലിയ സ്റ്റോറിയാണ്. എന്നാലും വേണമെങ്കിൽ ഞാനത് ചുരുക്കി പറയാം. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, അവൻ ഫ്രാൻസിലാണ് ജനിച്ചേ. എല്ലാം നടക്കുന്നത് 1995 ഒരു സമ്മർ ഡേ. എന്നത്തെയും പോലെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ച് വീട്ടിലേക്ക് വന്ന ഞാൻ എന്റെ വീടിന്റെ മുന്നിലായിട്ട് ഒരു ചെറുക്കൻ നിൽക്കുന്ന കണ്ടു. അതാണ് സെങ്ങോ. അവൻ വളരെ ഷോർട്ടായിരുന്നു, കൊറിയനൊന്നും അധികം അറിയില്ലായിരുന്നു. അവൻ അവന്റെ അമ്മയുടെ പിറകിൽ ഒളിച്ചോണ്ടേയിരുന്നു. ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഇവൻ എനിക്കിനി ഭാവിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യേണ്ടി വരുമെന്ന്. ആന്റി ഹേസൂക്ക് അവനെ ഞങ്ങളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. കാരണം എന്റെ അമ്മ ഒരു ബേബി സിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ കാര്യങ്ങളെല്ലാം ഞാനും നോക്കാൻ തുടങ്ങി. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗെയിംസ് ഞാനും അവനും കൂടെ കളിച്ചു. എന്തിന് പണ്ട് അവന് ബാത്റൂമിൽ പോകാൻ വരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ അവനെയും കൂട്ടാക്കി. എന്തിന് എക്കണോമിക്സ് വരെ ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞ അവനെ ഞാനാണ് വളർത്തിയത്. എന്നത് കേട്ട് വരുന്ന സെങ്ങോ ആണെങ്കിൽ, നിങ്ങളല്ലാതെ ആരെങ്കിലും ഇവളി പറയുന്നതൊക്കെ വിശ്വസിക്കും? ഇവളി പറയുന്നതൊക്കെ പച്ച കളവ. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ആദ്യത്തെ ഭ്രാന്ത് പിടിച്ച സ്ത്രീയാണ് അവള്. അങ്ങനെ റിയു പറഞ്ഞ കഥയുടെ സത്യാവസ്ഥ സെങ്ങു എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഇവള് പണ്ടേ ഭയങ്കര കുസൃതിയായിരുന്നു. ഇവൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇവന് പേടിയാണ് തോന്നിയത്. പിന്നീട് അങ്ങോട്ട് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഇവന്റെ പിന്നാലെ തന്നെ ഓരോ കാര്യം പറഞ്ഞ് ഇവള് നടക്കും. ഇവനാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നതൊക്കെയാ ഇഷ്ടം. എന്തിന് പാവത്തിന് ബാത്റൂമിൽ പോലും ഒരു പ്രൈവസി ഇവള് കൊടുത്തിട്ടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഇവൾക്ക് വേണ്ടാത്ത വേസ്റ്റ് ഒക്കെ പ്രോട്ടീൻ ആണെന്നും പറഞ്ഞ് ഇവൻ ഇട്ടു കൊടുക്കും. കൊണ്ടുപോയി ഇവളുടെ ഫ്രണ്ട്സിന്
ഫ്രണ്ട്സിനെല്ലാം പരിചയപ്പെടുത്തി. പക്ഷെ പണി മുഴുവൻ ഇവനെ കൊണ്ട് എടുപ്പിക്കുമായിരുന്നു. ഇവന് പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുന്ന പൈസ വരെ ഇവളെടുത്ത് ഓരോന്ന് വാങ്ങാൻ തുടങ്ങി. നീ എന്നെ ബാത്റൂമിൽ വരെ ഫോളോ ചെയ്തു എന്ന് പറയുമ്പോൾ എടാ അത് പിന്നെ നിനക്ക് പാന്റിന്റെ സിബ് ഇടാൻ അറിയാത്തോണ്ടല്ലേ എന്നും പറഞ്ഞ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. നായൻ ന്യൂണിനോട് ഇങ്ങനെ ഞാൻ സെങ്ങോയെ ആദ്യമായിട്ടാണ് ഇത്ര ചിരിച്ച് കൂളായിട്ട് കാണുന്നത് എന്ന് പറയുമ്പോൾ അവര് പിന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലേ, അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് അവർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നത് എന്ന് പറയും. നായനാണെങ്കിൽ ഇങ്ങനെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ലവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇത് അതിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നേ എന്ന് സംശയം പറയും. ഇവിടെ മീസുക്ക് സാധനങ്ങൾ വാങ്ങി വരുന്ന വഴി ഇവരുടെ നെയ്ബർഹുഡിലുള്ള കുറച്ച് ലേഡീസ് റിയു പെട്ടെന്ന് തിരിച്ചു വന്നതിനെ കുറിച്ചും കല്യാണം വേണ്ടെന്ന് വെച്ച കാര്യത്തിനെ കുറിച്ചൊക്കെ ഗോസിപ്പ് പറയുന്നത് കേൾക്കും. ഇതും കേട്ട് ദേഷ്യത്തിലാണ് ഇവളുടെ മറ്റൊരു ഫ്രണ്ട് ജേസുക്കിന്റെ അടുത്തേക്ക് പോകുന്നത്. ജേസുക്ക് നമ്മുടെ മോയമിന്റെ അമ്മയാണ്. വഴിയിൽ വെച്ച് ഈ ലേഡീസ് ഇങ്ങനെ ഗോസിപ്പ് പറയുന്ന കാര്യമൊക്കെ കേട്ടു എന്ന് പറയുമ്പോൾ നടുതോട്ടി കിടന്ന് മോളുമായിട്ട് അടി ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. പിന്നെ ഹേസുക്ക് വരുന്ന പാർട്ടിക്ക് നമ്മുടെ കൂടെ പഠിച്ച ആ ജാഡ ടീംസിനെ വിളിച്ചിട്ടുണ്ട്, നീ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കണം. ഇതൂടെ കേൾക്കുമ്പോൾ മീസുക്കിന് ആകെ പേടിയാവും. കാരണം തന്റെ മോളെ കുറിച്ചും അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെ കുറിച്ചും ഒക്കെ വാതോരാതെ അവരോട് പൊങ്ങച്ചടിച്ചിട്ടുള്ള ആളാണ് ഇവള്. റിയോ ആണെങ്കിൽ വീട്ടിലൊന്നും ചെയ്യാതെ തെന്നും കുടിച്ചൊക്കെ അങ്ങ് കഴിഞ്ഞു പോവാണ്. ഇവളെ കാണാൻ വേണ്ടി മോയമ്മ വരുമ്പോൾ മോയമ്മ സെങ്ങോയെ കൂടെ വിളിക്കും. നീ ഇപ്പൊ എന്തിനാ അവനെ വിളിക്കുന്നതെന്നൊക്കെ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. സെങ്ങു ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നത് കയ്യും വീശിയാണ്. ഞാൻ ഓർത്ത് നീ ഡ്രിങ്ക്സ് വാങ്ങിയിട്ടുണ്ടായിരിക്കുമെന്ന്, എന്നാൽ ഞാൻ തന്നെ പോയി വാങ്ങാന്നും പറഞ്ഞ് മോയ അതിനായിട്ട് പുറത്തേക്ക് പോകും. റിയോ ഇവനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കമ്പനിയിൽ, ഞാൻ നേരത്തെ ഓഫീസിലോട്ട് വന്നപ്പോൾ എനിക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി, എന്താ കാര്യമെന്ന് ചോദിക്കും. സംഭവം എന്തെന്ന് ചോദിച്ചാൽ ഇവരുടെ കമ്പനിയിൽ ഒരു ടൗൺ ഹൗസ് പ്രൊജക്ട് റോ മെറ്റീരിയൽസ് എല്ലാം വാങ്ങാൻ ഒരുപാട് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ പകുതിക്ക് വെച്ച് നിർത്തി വെച്ചിരിക്കുവാണ്. എന്നിപ്പോൾ അവര് പറയുന്നത് ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കാതെ പൈസ കൊടുക്കില്ല എന്നുമാണ്. ആ പൈസ കിട്ടിയാലാണ് ഇവർക്ക് ബാക്കിയുള്ള റോ മെറ്റീരിയൽസ് കൂടെ വാങ്ങി പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. എന്നാൽ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഇവൻ ഇവളോട് പറയുന്നില്ല. ഇവിടെ മീസുക്ക് ആണെങ്കിൽ റിയുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന ആളെ വിളിച്ചു നോക്കും, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അയാൾ കോൾ എടുക്കില്ല. റിയു അമ്മയോട് സെങ്ങോയുടെ പാർട്ടിക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഷോക്കായിട്ട് അവളുടെ അമ്മ നീയും പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അമ്മയ്ക്ക് താൻ വരുന്നതിനോട് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഇവളാണെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല എന്ന് പറയും. ഇപ്പൊ ഇവളുടെ അമ്മ നേരത്തെ ആരോ കോൾ ചെയ്യാൻ ശ്രമിച്ച കാര്യം ഇവള് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഫോൺ മാറ്റി വെക്കുന്ന കാര്യവും കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആരാന്നറിയാൻ വേണ്ടി ഇവൾ അമ്മയുടെ അടുത്ത് നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങും. തന്നെ വിവാഹം കഴിക്കാൻ പോയ ആളെയാണ് അമ്മ വിളിക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മ എന്തിനാ അയാളെ വിളിച്ചേ, ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒന്നുമില്ലാന്ന്, ഇനി ഒരിക്കലും അയാളെ വിളിക്കരുതെന്നും പറഞ്ഞ് ഫോണിൽ നിന്ന് നമ്പറും ഡിലീറ്റ് ആക്കി പോകും. ഇവിടെ സെങ്ങോയും യൂണും കൂടെ ഒരു റിപ്പോർട്ടറുമായിട്ടുള്ള ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുവാണ്. ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ കാര്യത്തിലാണ് ഇന്റർവ്യൂ. ആ റിപ്പോർട്ടർ ആരാന്ന് ചോദിച്ച ദാനുവാണ്. ദാനോയെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും ഇവൻ എങ്ങോട്ടേക്ക് ഓടുന്ന കാര്യം കാണുന്നത്. അവിടെ ഒരു മുത്തശ്ശിയുടെ വണ്ടി കേടായി താഴെ സാധനങ്ങളൊക്കെ വീണ് കിടക്കുമായിരിക്കും. ഇത് കണ്ട് അത് പതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദാന ഓടിയത്. ഇവൻ ഇങ്ങനെ എടുത്തു വെക്കാൻ സഹായിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് സെങ്ങോയും വന്ന് സഹായിക്കും. ആ വണ്ടി ശരിയാക്കാൻ നോക്കുമ്പോൾ അത് ശരിയാക്കാൻ പറ്റുന്നില്ല, മൊത്തത്തിൽ ഡാമേജ് ആയി കിടക്കുവാണ്. ഈ സാധനങ്ങളെല്ലാം വിറ്റ് പൈസ വാങ്ങാൻ വേണ്ടി പോവാണ് മുത്തശ്ശി. ഇത് ഞാൻ എന്നും കൊണ്ടുപോകുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കത് ശീലമാണ് മുത്തശ്ശി പറയുന്നത് കേട്ട് ഇവർക്ക് എന്തോ ഒരു സഹതാപം തോന്നി. ഇവര് രണ്ടുപേരും കൂടെ മുത്തശ്ശിയുടെ വണ്ടിയും തള്ളി കറക്റ്റ് സ്ഥലത്ത് കൊണ്ടു ചെന്ന് കൊടുക്കും. റിയുവിനാണെങ്കിൽ ഇപ്പൊ വേറെ പണിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ചുമ്മാ ബസ്സുകൾ തോതും കയറി എങ്ങോട്ടെന്നില്ലാതെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സത്യത്തിൽ ഇവൾക്കുണ്ടായിരുന്ന ജോലി ഇവള് വേണ്ടെന്ന് വെച്ചതല്ല, അവിടെ നിന്ന് ഇവളെ പിരിച്ചു വിട്ടതാണ്. അവളുടെ വിചാരം അവളെല്ലാം കൂടെ അങ്ങ് ഒറ്റയ്ക്ക് മലമറിക്കുന്ന. അവൾ ആരാന്ന് അവളുടെ വിചാരം, അവൾ ടിപ്പിക്കൽ കൊറിയൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇവളുടെ മറവിൽ ഇവളെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇവൾ ആകെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകും. ഇവളുടെ ഫിയാൻസി ഹേജൂണിനെ ഏറ്റവും വേണ്ട സിറ്റുവേഷനിൽ പോലും ഇവൾക്ക് കിട്ടില്ല. കോള് വിളിച്ച് നോക്കിയിട്ടൊന്നും കിട്ടാണ്ടാവുമ്പോൾ ഒരു ദിവസം ഇവൻ ഉണ്ടാവേണ്ട പാർട്ടിയിലോട്ട് ഇവള് പോയി നോക്കും. എന്നാൽ അവിടെ വെച്ച് ഇവള് കണ്ടത് ഹേജൂൺ മറ്റൊരു പെൺകുട്ടിയെ കിസ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെയാണ് എല്ലാം ഉപേക്ഷിച്ച് അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. ഇവിടെ ദാനു സെങ്ങോയോട് ഒരു ആർക്കിടെക്ചർ ആവാന്നുള്ള നിങ്ങളുടെ തീരുമാനത്തിനോട് നിങ്ങളിപ്പോൾ റിഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ റിഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ ചൂസ് ചെയ്തത് റൈറ്റ് പാത്ത് തന്നെയാണോ എന്ന്. പക്ഷെ ചെയ്തൊരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് റിഗ്രേറ്റ് ചെയ്യുന്നത് ഒന്നും ചെയ്യാതെ റിഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ അല്ലേ എന്ന് പറയും. കട്ടാകുമ്പോൾ സെങ്ങോയുടെ അച്ഛനും അമ്മയും ഒരു വളരെ നല്ല ഗുഡ് ടേംസിലൊന്നുമല്ല. അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ രണ്ടുപേരുടെയും ബിസി ലൈഫിൽ കാര്യങ്ങളൊന്നും തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടായിരിക്കും. സെങ്ങോയുടെ പരിപാടിക്ക് തനിക്ക് വരാൻ പറ്റില്ലെന്നും തനിക്ക് വേറൊരു അർജന്റ് മാറ്റർ ഉണ്ട്, ഞാൻ സെങ്ങോയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും ഇയാൾ ഹേസുക്കിനോട് പറയും. വരുന്ന വഴി റിയു ഒരു ഷോപ്പിൽ ഒരു ചെടി ഇരിക്കുന്നത് കണ്ട് അത് വാങ്ങി നാളത്തെ പരിപാടിക്ക് സെങ്ങോയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ നീ നാളെ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറയും. രാവിലെ പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയാകുന്ന മീസുക്കാണെങ്കിൽ എന്തോ കാര്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. കാര്യം തിരക്കുമ്പോൾ ഇവള് പണ്ട് വാങ്ങിക്കൊടുത്ത ആ ഒരു പിന്നാണ്. എത്ര അന്വേഷണം കിട്ടാതാകുമ്പോൾ അതില്ലാതെ പാർട്ടിക്ക് പോകും. ഇവിടെ പാർട്ടിക്കാണെങ്കിൽ അത്യാവശ്യം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സെങ്ങോയുടേത് വലിയൊരു ഓഫീസ് സെറ്റപ്പാണ്. മീസുക്കിന്റെ കുറച്ച് പണ്ടത്തെ ഫ്രണ്ട്സും വരുന്നുണ്ട്. അവറ്റിങ്ങൾ ഇത്തിരി ചൊറിച്ചില് പിടിച്ച ഐറ്റമാണ്. എന്തുണ്ടെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്ന ടൈപ്പ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ റിയുവിന്റെ മാരേജ് മുടങ്ങിയ കാര്യം കേട്ടല്ലോ, എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കല്യാണം ഒരു വലിയ കാര്യമല്ലേ, അങ്ങനെ എടിപിടിയെന്ന് വെച്ച് നടത്തേണ്ടതൊന്നുമല്ലല്ലോ, മാത്രമല്ല കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ രക്ഷപ്പെടും. എന്നാൽ ഇവർക്ക് അതൊന്നും അത്ര ദഹിച്ചിട്ടില്ല. ഹേസുക്ക് നമ്മുടെ മുന്നിൽ അഭിനയിക്കുക, അത് കണ്ടാലേ അറിയില്ലേ. അവളെ പഠിക്കുന്ന സമയത്ത് ഹേസുക്കിനെ പോലെ തന്നെ സ്മാർട്ട് ആയിരുന്നു. പക്ഷെ കോളേജിൽ പോകാനുള്ള വരുമാനം
ഒന്നും അവളുടെ വീട്ടുകാർക്കുണ്ടായിരുന്നില്ല. ഇപ്പൊ മോളുടെ കല്യാണം മുടങ്ങിയത് കണ്ടില്ലേ, അല്ലെങ്കിൽ അമ്മയുടെ അല്ലേ മോളെന്നൊക്കെ ഇവരിങ്ങനെ വാഷ്റൂമിൽ വെച്ച് പറയുന്നത് ബാത്റൂമിൽ ഇരുന്ന് മീസുക്ക് കേൾക്കാനിടയാവും. ഈ സമയം പാർട്ടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ റിയു പെട്ടെന്ന് പാർട്ടിക്ക് വരുവാണ്. ഞാനിങ്ങനെ ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ കയറിയതേ ഉള്ളൂ എന്ന് ഇവള് സെങ്ങോട് പറയും. പക്ഷെ ഇവളുടെ മുഖത്ത് ടെൻഷൻ കണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇവന് മനസ്സിലാകും. നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തുകൊണ്ടുവരാമെന്നും പറഞ്ഞ് സെങ്ങോ അതിനായിട്ട് പോകും. ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന മീസുക്ക് ഇവളെ കാണുന്നതും നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാകെ ടെൻഷൻ ആവുകയാണ്. ഞാൻ ഈ പിന്ന് തരാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ അത് വാങ്ങി നീ വേഗം പൊക്കോ, ആരെങ്കിലും ഒക്കെ കണ്ട എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് പറയും. അവളുടെ അമ്മയുടെ പരിഭ്രമം എല്ലാം കണ്ട് അമ്മയ്ക്കിപ്പോ ഞാനൊരു നാണക്കേടാണോ എന്ന് ചോദിക്കുകയാണ് അവള്. കറക്റ്റ് ആയിട്ട് ഇപ്പൊ റിയുവിനെ കണ്ട് മീസുക്കിന്റെ ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വരും. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാണെങ്കിൽ അവൾ വലിയൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, എന്നിപ്പോ കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുവാണ്, അതാണ് ഇവള് തിരിച്ചു വന്നതെന്നൊക്കെ കള്ളം പറയും. താനിപ്പോ ഒരു ജോലി ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് താനിപ്പോ തന്റെ അമ്മയ്ക്കൊരു നാണക്കേടാണെന്ന കാര്യം റിയുവിന് മനസ്സിലാകും. അപ്പൊ അവ റിയുവിന് ആകെ സങ്കടമായിട്ടുണ്ടെന്ന് ഇതെല്ലാം കേട്ട് മാറി നിൽക്കുന്ന സെങ്ങോയ്ക്കും മനസ്സിലാകും. വീട്ടിലോട്ട് വരുമ്പോൾ അവൾ അമ്മയോട് അമ്മ നന്നായിട്ട് കള്ളം പറഞ്ഞു, ഇനിയിപ്പോ ഞാനെങ്ങാനും അമ്മയെ നാണം കെടുത്തിയ മുൻകൂട്ടി പറയാൻ വേണ്ടി പഠിച്ചു വെച്ചതാണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ അവരോട് പറഞ്ഞതൊന്നും കള്ളമല്ല, എല്ലാം സത്യമാണ്. നീ ഇപ്പൊ തന്നെ US തിരിച്ചു പോകും, ഞാൻ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, പോയി ബാഗ് പാക്ക് ചെയ്യാൻ നോക്ക് എന്ന് മീസുക്ക് പറയുന്നത് കേട്ട് അമ്മയ്ക്ക് ഞാനിവിടെ ഉണ്ടാവുന്നത് തീരെ ഇഷ്ടമല്ലേ. അമ്മയ്ക്ക് ഞാൻ തിരിച്ചു വരണമെന്ന് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതെനിക്ക് എന്റെ ഈ റൂം കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. ഞാൻ തിരിച്ചു വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലേ എന്റെ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയേ എന്ന് കേൾക്കുന്ന മീസുക്കാണെങ്കിൽ ഒന്നും പറയാതെ ഇവളുടെ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് അതിനെ പഠിപ്പിച്ച് വലുതാക്കി, എന്നിട്ട് ഇപ്പൊ ജോലിയും കൂലിയും ഇല്ലാതെ നീ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പോവാണോ? എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്, നീ മാത്രത്തെ സ്പെഷ്യൽ ഒന്നും അല്ല എന്നൊക്കെ മീസുക്ക് പറയുന്നത് കേട്ട് അമ്മ ഒരിക്കൽ പോലും എന്താ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാതെ. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അമ്മയ്ക്കും അറിയാം, എന്ന് നീ നന്നായിട്ട് വർക്ക് ചെയ്തു, ഇനി കുറച്ച് റെസ്റ്റ് എടുക്ക് എന്ന് എപ്പോഴെങ്കിലും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇതടക്കം ഇവളുടെ അമ്മയാണെങ്കിൽ നിന്റെ ഹാർഡ് വർക്ക് ഒന്നും ഞാൻ വേസ്റ്റ് ആക്കാൻ സമ്മതിക്കില്ല, എന്റെ പ്രതീക്ഷയും അഭിമാനവും എല്ലാം നീയാണെന്ന് പറയുന്നത് കേട്ട് ഞാൻ എന്തിനാ അമ്മയുടെ പ്രതീക്ഷ അഭിമാനവും ഒക്കെ ആവണം? അമ്മയുടെ ജീവിതത്തിന് പകരം എന്റെ ജീവിതം ഞാൻ എന്തിനാ തുലയ്ക്കുന്നേ? ഒരിക്കലെങ്കിലും അമ്മ അമ്മയുടെ ഒരു മകളായിട്ട് എന്നെ കാണും. അമ്മയുടെ ജീവിതം എന്റെ ജീവിതം കൊണ്ട് കവറപ്പ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് എന്താന്ന് ചോദിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇതെല്ലാം കേട്ട് മുറ്റത്ത് സെങ്ങോ നിപ്പുണ്ടായിരുന്നു. ഇവള് പോയതിന് പിന്നാലെ ഇവനും ചെല്ലും. പെട്ടെന്ന് ഇവനെ കാണുന്നതും എനിക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ, നമ്മൾ പണ്ട് ഇവിടെ ഒരുപാട് കളിച്ചിട്ടില്ലേ എന്നിങ്ങനെ പണ്ടത്തെ ഓരോ ഓർമ്മയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവിടെ ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. സെങ്ങോയുടെ അടുത്ത് ഒരു കുടയുണ്ടായിരുന്നു. പ്രിയ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ചിരിച്ചിരിച്ച് കരച്ചിൽ വരുന്നു എന്ന് ഇവള് പറയുന്നത് കേൾക്കുമ്പോഴേ ഇവന് മനസ്സിലാകും. ഇവളെ കരയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവനിപ്പോ ഇവന്റെ അടുത്തുള്ള കുട എടുത്ത് മാറ്റി നിനക്ക് കരയണമെന്നുണ്ടെങ്കിൽ നീ കരയണം, അതിനെ വെറുതെ മൂടി കെട്ടി വെക്കരുതെന്ന് പറയും. ഇവൻ അത് പറയേണ്ട താമസം ഇവള് കിടന്ന് കരയും. മീസുക്ക് ആണെങ്കിൽ റിയു പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമത്തിലിരിക്കുവാണ്. തന്റെ മകളെ താൻ മനസ്സിലാക്കണമായിരുന്നു എന്ന കാര്യം ഇവൾക്ക് മനസ്സിലാകും. മീസുക്ക് അവളുടെ പെട്ടി മുകളിൽ തന്നെ കൊണ്ടുപോയി വെക്കും. റിയുവിന്റെ റൂമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഇവൾക്ക് ഒന്നുകൂടെ സങ്കടമാവും. തന്റെ മകളുടെ റൂം താൻ ഇങ്ങനെ അലങ്കോലാക്കാൻ പാടുണ്ടായിരുന്നില്ല. ഇവിടെ റിയു കരച്ചിലൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഇവർ കാണുന്നത്. അത് കാണുന്നതും ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ മനസ്സിലാലോചിക്കും. നീ എന്താ ആലോചിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്റെ കമ്പനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ പോണോന്നാണ് ഞാൻ ആലോചിച്ചതെന്ന് ഇവൻ പറയും. അപ്പോഴേ ഇവൾക്ക് മനസ്സിലാക്കും ഇവന്റെ കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ട്. ചോദിക്കും ഇവനുള്ള കാര്യം തുറന്നു പറയും. കമ്പനിയുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചും പുതിയ ഡിസൈനിന്റെ ഫീസ് ആ ക്ലയൻസ് തരുന്നില്ല എന്ന കാര്യത്തിനെ കുറിച്ചും. ഇത് കേൾക്കുന്നതും റിയു ആണെങ്കിൽ ചാടി ഇറങ്ങി ഇപ്പൊ തന്നെ പോയി ഞാൻ അവരുടെ അടുത്ത് ആ പൈസ വാങ്ങിത്തരാം, ആ ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് താ എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, നമുക്ക് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങുവാണ്. രാവിലെ തന്നെ റിയു ആണെങ്കിൽ കുറച്ച് പേപ്പേഴ്സും കൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇവൾ കൊറിയെന്ന് പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇവളുടെ റൂം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അത് റൂം സെറ്റാക്കി ഇട്ടിരിക്കുന്നു. ഇത് കണ്ട് സന്തോഷത്തിൽ ഇവൾ അമ്മയോട് വന്ന് കാര്യം തിരക്കുമ്പോൾ അത് നിന്റെ അമ്മ സെങ്ങോയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടതാണെന്ന് ഇവളുടെ അച്ഛൻ പറയും. രാവിലെ തന്നെ ഇവളുടെ അമ്മ സെങ്ങോയെ വിളിച്ച് ഈ ഒരു റൂം പഴയ പോലെ ആക്കിയിടാൻ വേണ്ടി പറയുമായിരുന്നു. അങ്ങനെ ഇവന്റെ ആൾക്കാരും കൂടിയാണ് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങി ആ റൂം പഴയ സെറ്റപ്പിലേക്ക് ആക്കി മാറ്റിയത്. ഇവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ പഴയ ദേഷ്യമൊന്നുമില്ല, ഇവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. രാത്രി സന്തോഷത്തോടെ റൂമിൽ കിടക്കാൻ വരുമ്പോഴാണ് അക്കാര്യം ഇവൾ ശ്രദ്ധിക്കുന്നത്. പണ്ട് താൻ റൂമിൽ ചെയ്തു വെച്ചിരുന്ന പോലെ ദേ സ്റ്റാർസ് ഇപ്പൊ മുകളിൽ ചെയ്തു വെച്ചിരിക്കുന്നു. ഇത് കണ്ട് സന്തോഷത്തിൽ അവൾ അപ്പൊ തന്നെ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് സെങ്ങോയെ വിളിക്കും. നീ ഇത് എന്ത് മാജിക് എന്റെ റൂമിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്നാലും പണ്ടത്തെ പോലെ തന്നെ നീ എങ്ങനെ ആ സ്റ്റാർസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിന്റെ എല്ലാ പഴയ മെമ്മറീസും ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിനക്ക് ആദ്യമായിട്ട് തേപ്പ് കിട്ടിയപ്പോൾ നീ വന്ന് കരഞ്ഞ ബെഡും നീ സീനിയറിന് ലവ് ലെറ്റർ എഴുതിയ ഡെസ്കും എനിക്ക് നിന്നോടൊരു ഉപകാരം ചോദിക്കാനുണ്ട്, എപ്പോഴും കർട്ടൻ എടുത്തിട്ടിരിക്കണം എന്നിവൻ പറയുന്നത് കേട്ട് ഇവള് കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ഇത് തൊട്ടപ്പുറത്തവൻ. എനിക്ക് എന്റെ റൂമിൽ നിന്ന് കർട്ടൻ മാറ്റുമ്പോൾ അശ്ലീകരം പിടിച്ച കാര്യങ്ങൾ കാണാൻ തീരെ താല്പര്യമില്ല, അതുകൊണ്ട് എപ്പോഴും കർട്ടൻ ഇട്ടേ കിടക്കാൻ പാടുള്ളൂ എന്ന് ഇവൻ പറയുമ്പോൾ ഓഹ് കുറച്ചു മുന്നേ എനിക്ക് നിന്നോട് ഇത്തിരി സ്നേഹം തോന്നിയുള്ളൂ, അല്ലാതിന് നീ ഇവിടെ അല്ലല്ലോ നിൽക്കാറ് എന്ന് തിരക്കുമ്പോൾ ഇനി തൊട്ട് ഞാൻ ഇവിടെയാണെന്ന് ഇവൻ പറയും. ഇത് കേട്ട് ഇവൾക്ക് പണ്ട് ഇവൾ സ്റ്റാർസ് ഒട്ടിക്കാൻ പോയപ്പോൾ സ്റ്റൂളിൽ നിന്ന് താഴേക്ക് വീഴാൻ പോയതും കറക്റ്റ് സമയത്ത് സെങ്ങോ വന്ന് ഇവളെ പിടിച്ചവർ രണ്ടുപേരും കൂടെ ബെഡിലോട്ട് വീണ ആ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. മുഖാമുഖം കണ്ട തമ്മിൽ തല്ലുന്ന ഇവരുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആവുമെന്ന് നമുക്ക് വഴിയെ കാണാം.